പാലക്കാട് ലോറി ഇടിച്ചു കയറി 3 വിദ്യാർത്ഥികൾ മരിച്ചു. കല്ലടിക്കോട് പനയമ്പാടത്താണ് അപകടമുണ്ടായത്. കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 വിദ്യാർത്ഥികളാണ് മരിച്ചത്. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് നിലവിലെ സാഹചര്യം? നിലവിൽ 3 വിദ്യാർത്ഥികളുടെ മരണം സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. കരിമ്പയിലാണ് ഇത്തരം ഒരു അപകടം. പനയമ്പാട ഭാഗത്ത്, കല്ലടിക്കോട് പനയമ്പാട ഭാഗത്താണ് ഇത്തരമൊരു അപകടം ഉണ്ടായത്. സിമന്റ് കയറ്റി വന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. സിമന്റ് കയറ്റി വന്ന ലോറി അപകടത്തിൽ പെടുകയായിരുന്നു. 3 വിദ്യാർത്ഥികൾക്കാണ് ഈ അപകടത്തിൽ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. വലിയ ഒരു നാടിനെ അടുക്കിയ വലിയൊരു അപകടം എന്നുള്ളത് തന്നെയാണ്. നല്ല മഴ പെയ്തിട്ടുണ്ട് ഈ പ്രദേശത്ത്. ഈ മഴ പെയ്തതും റോഡിലെ വളവും ഒപ്പം തന്നെ അമിത വേഗതയും അപകടത്തിന് കാരണമായിരിക്കാം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഏതായാലും വിദ്യാർത്ഥികളെ 5 വിദ്യാർത്ഥികളാണ്. അതിന് ഇന്ന് പരീക്ഷയായിരുന്നു. ആ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഈ വിദ്യാർത്ഥികൾ മടങ്ങി പോവുകയായിരുന്നു. വീടുകളിലേക്കോ അതോ ട്യൂഷൻ സെന്ററിലേക്കോ പോവുകയായിരുന്നു. 5 വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ 5 വിദ്യാർത്ഥികൾ പോകുമ്പോൾ ആ വിദ്യാർത്ഥികളുടെ മേലേക്കാണ് സിമന്റ് കയറ്റി വന്ന ലോറി മറിഞ്ഞത്. ആ 5 വിദ്യാർത്ഥികളിൽ 4 പേർക്ക് പരിക്കേറ്റു. അതിൽ 3 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. ഇവരെ തച്ചമ്പാറയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്ത് അപകടങ്ങൾ തുടർക്കഥയാണ് എന്നുള്ളതാണ്. ഇതിനു മുമ്പൊക്കെ ഈ മേഖലയിൽ നിരവധി അപകടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. മുൻപ് 100-ലേറെ അപകടങ്ങൾ ഈ പ്രദേശത്ത് സംഭവിച്ചിട്ടുണ്ട്. അത്രയും അപകടങ്ങൾ സംഭവിച്ചിട്ടും ഈ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണവും മറ്റുമൊക്കെയാണ് ഇവിടുത്തെ ഇത്തരത്തിൽ നിരന്തരം വാഹനങ്ങൾ മറിയുന്നതിനും മറ്റൊക്കെ കാരണം എന്നുള്ളത് നേരത്തെ വലിയ പരാതിയായി ഉയർന്നിരുന്നു. നാട്ടുകാർ തന്നെ വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഈ പ്രദേശത്ത് സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. പനയമ്പാടം സ്റ്റോപ്പ് എത്തുന്നതിന് മുൻപായിട്ടുള്ള ഒരു ഭാഗത്താണ് ഇത്തരത്തിൽ സിമന്റ് കയറ്റി വരികയായിരുന്ന ലോറി സ്കൂൾ വിട്ട് നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥികളുടെ മേലേക്ക് മറിഞ്ഞത്. കരിമ്പ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മരിച്ചിരിക്കുന്നത്. ആ വിദ്യാർത്ഥികളാണ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം മടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപകടത്തിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ പെൺകുട്ടി ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോ ലഭിക്കുന്ന വിവരം. ഏതായാലും പ്രദേശത്തേക്ക് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. കൂടുതൽ അധികൃതർ മറ്റുമൊക്കെ ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. അതിനുശേഷം മറ്റ് പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ളവരൊക്കെ ഈ ഭാഗത്തേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ്. നിലവിൽ ഏതായാലും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടത്തിൽപ്പെട്ട വാഹനത്തെ ഉൾപ്പെടെ ഇവിടെ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് മാറ്റുന്ന നടപടികളും മറ്റുമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കരിമ്പ പനയമ്പാടത്ത് കാണാൻ സാധിക്കുന്നത്. വളരെ ഒരു ദാരുണ സംഭവം എന്നുള്ളത് തന്നെയാണ്. സ്കൂൾ വിട്ട് പോവുകയായിരുന്ന വിദ്യാർത്ഥികൾ, പരീക്ഷ കഴിഞ്ഞ് പോവുകയായിരുന്ന വിദ്യാർത്ഥികൾ, നാട്ടുകാർ പറയുന്നത് ഇവർ ട്യൂഷനോ അതോ വീട്ടിലേക്കോ മടങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. മറ്റ് ജനപ്രതിനിധികളായ വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അപകടം നടത്തുമെന്നും പറയുന്നത്. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അരുൺ, എന്തു തന്നെയായാലും ദാരുണമായൊരു സംഭവം തന്നെയാണ് സംഭവിച്ചത്. ഒരുപക്ഷെ നമുക്കറിയാം, ആ ഒരു അപകടത്തിൻ്റെ ഒരു നടുക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എത്രത്തോളം വളരെ വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ ഒരു വലിയ ലോറി ഇപ്പോഴും ആ റോഡിന് ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. നിലവിൽ അത് ലോറി അവിടെ നിന്നും മാറ്റിയിട്ടുണ്ടോ? നിലവിലെ ഒരു സ്ഥിതിഗതികൾ എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്നത്? ലോറി ക്രെയിൻ ഉപയോഗിച്ച് മാറ്റുകയും പ്രദേശത്തെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. അത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടിയൊക്കെയാണ് അപകട സ്ഥലത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ MLA-യും അതുപോലെ തന്നെ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ നേതൃത്വത്തിൽ എന്താണ് ഈ അപകടത്തിന്റെ പ്രധാന കാരണം എന്നുള്ളത് മറ്റൊക്കെ പരിശോധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രദേശത്ത് അപകടങ്ങൾ ഇത് ആദ്യമായിട്ടല്ല, മുൻപ് നിരവധി തവണയാണ് ഇവിടെ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. 100-ലേറെ തവണ അപകടങ്ങൾ ഉണ്ടായിട്ടും ഈ പ്രദേശത്ത് റോഡിന്റെ ഈ അശാസ്ത്രീയ നിർമ്മാണവും മറ്റുമൊക്കെ അപകടത്തിന് കാരണമായി എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും പറയുന്നത്. ഇപ്പോഴായാലും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അരുൺ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ പ്രദേശവാസി കൂടിയായ നിശാന്ത നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിശാന്ത, ഒരുപക്ഷെ ഈ ഒരു സ്ഥലത്ത് നിരവധി അപകടങ്ങൾ നേരത്തെയും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോഴും ഈ ഒരു അപകടത്തിന് കാരണമായതും ഈ ഒരു റോഡിൻ്റെ അശാസ്ത്രീയമായൊരു നിർമ്മാണമാണ് എന്നൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്?
ദേശീയപാത നിർമ്മാണ ശേഷം ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കരിമ്പ ഭാഗത്ത് ഇഷ്ടംപോലെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് നിർമ്മാണം കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനുള്ളിൽ ഒരുപാട് അപകടം സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് മരണങ്ങളും ഒരുപാട് ആൾക്കാർക്ക് ഫ്രാക്ചറുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്നത്തെ സംഭവം വലിയ ദാരുണമായ ഒരു സംഭവമാണ്. ഏകദേശം ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂളിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 4 മണിയാകുമ്പോഴാണ് സംഭവം. നിയന്ത്രണം വിട്ട ലോറിയാണ്, സിമെന്റ് കയറ്റിയ ലോറി കുട്ടികളുടെ ദേഹത്തേക്ക് വീഴുമായിരുന്നു. നിശാന്ത, ഒരുപക്ഷെ ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു റോഡ് അശാസ്ത്രീയമായ നിർമ്മാണം ഉണ്ടായതും മറ്റ് ഈ അപകടങ്ങൾ വർദ്ധിക്കുന്നതും ഒക്കെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? എന്താണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? ഒരുപാട് തവണ ഇഷ്ടംപോലെ പ്രാവശ്യം ഇവിടെ അപകടങ്ങൾ സംഭവിച്ചപ്പോഴൊക്കെ അധികാരിയുടെ മുന്നിലും എല്ലാത്തിനും പറഞ്ഞ് പല സ്ഥലങ്ങളിലും ഇതിൽ ഡ്രെയിനേജ് സംവിധാനങ്ങൾ അപര്യാപ്തമാണ്. പിന്നെ റോഡിന്റെ അശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ ഇറക്കങ്ങൾ, സൈഡ് കർവുകളൊക്കെ അശാസ്ത്രീയമായിട്ടാണ് ജനങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെ തന്നെ അപകടങ്ങൾ ഇവിടെ സംഭവിക്കാറുമുണ്ട് ഒരുപാട്. യെസ്, വളരെയധികം നന്ദി നിശാന്ത് പ്രതികരിച്ചതിന്. ഒരിക്കൽ കൂടി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ പ്രദേശവാസി, അദ്ദേഹം നിശാന്ത് പ്രതികരിച്ചതും അത് തന്നെയാണ്. ഒരുപാട് തവണ അധികാരികളോട് ഈ ഒരു വിഷയം അറിയിച്ചിരുന്നതാണ്. നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു, റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം. എന്നാൽ അധികാരികൾ ഒരിക്കൽ പോലും അത് ചെവിക്കൊണ്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു അപകടത്തിന് കാരണമായി നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ അന്ന് ഈ ഒരു ജനങ്ങൾ ഇത്രയും അത്യാവശ്യമായിട്ടുള്ള ഒരു വിഷയം ഉന്നയിച്ചിട്ട് പോലും അധികാരികൾ അത് ചെവിക്കൊണ്ടിരുന്നെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടാകുമായിരുന്നില്ല എന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് വാഹനങ്ങൾ പതിയെ പോകേണ്ട, പ്രത്യേകിച്ച് ഈ മഴ പെയ്യുമ്പോഴാണ് ഈ മേഖലയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം, നേരത്തെ മഴ സമയത്ത് തുലാവർഷവും മറ്റുമൊക്കെ പെയ്യുന്ന ആ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഇവിടെ നേരത്തെ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മഴയൊന്ന് കുറഞ്ഞപ്പോൾ അപകടങ്ങളും കുറഞ്ഞതായിരുന്നു. പക്ഷെ വീണ്ടും ഇപ്പോഴൊന്ന് മഴ പെയ്തപ്പോഴാണ് ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അത് തന്നെയാണ് നാട്ടുകാരും പ്രധാനമായിട്ടും പറയുന്നത്. ഈ റോഡ് ഇങ്ങനെ വാഹനങ്ങൾ പെട്ടെന്ന് തന്നെ വഴുതി മറിയുന്നു എന്നുള്ളൊരു സാഹചര്യം മേഖലയിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും പറയുന്നത്. അത് ശരിയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവേണ്ടിയിരുന്നു. പക്ഷെ അങ്ങനെ ഒരു നടപടികൾ ഒന്നും തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അല്ലെങ്കിൽ ഉണ്ടായ നടപടികളൊന്നും ഒരു ഫലവത്തായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും നാട്ടുകാരും മറ്റുമൊക്കെ പറയുന്നത്. ഇങ്ങനെ വീണ്ടും വീണ്ടും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് കാരണം അത്തരത്തിലുള്ള നടപടികൾ കൃത്യമായിട്ട് സ്വീകരിക്കാത്തതാണ് എന്നുള്ളൊരു ആരോപണം ഈ പ്രദേശത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ്. ഇപ്പോൾ ഈ വാഹനം പൂർണ്ണമായിട്ടും നിവർത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന നടപടികളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അരുൺ, ഒരുപക്ഷെ വീണ്ടും ഒരു മരണം കൂടി സ്ഥിരീകരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ 4 പേരാണ് മരിച്ചു എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. 4 വിദ്യാർത്ഥികളാണ്, പ്രത്യേകിച്ചും പെൺകുട്ടികളാണ് മരിച്ചു എന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും അത് എത്രത്തോളമാണ് സ്ഥിരീകരിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഈ ആശുപത്രിയിൽ നിന്നും എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടോ? നിലവിൽ ആശുപത്രിയിൽ നിന്ന് നമുക്ക് നേരത്തെ 3 മരണങ്ങളാണ് സ്ഥിരീകരിച്ചതായിട്ട് വിവരം ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നേ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പരിക്കേറ്റ വിദ്യാർത്ഥികൾക്കുള്ള ചികിത്സ നൽകുന്നു എന്നുള്ളത് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അപകട സ്ഥലത്ത് ലോറി പൂർണ്ണമായും മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഏതെങ്കിലും തരത്തിൽ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളോ മറ്റോ ഒക്കെ ബന്ധപ്പെട്ട പോലീസ് ഉൾപ്പെടെ പരിശോധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അമിത വേഗതയാണോ അപകടത്തിന് കാരണം, അതല്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ റോഡിൽ ഈ മഴ പെയ്തപ്പോൾ തെന്നി മാറിയാണോ അപകടം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് തന്നെ പരിശോധിക്കുന്നുണ്ട് പോലീസും ബന്ധപ്പെട്ട അധികൃതരും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പോലീസ് ഉൾപ്പെടെ കളക്ടർ, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യവും കാണാൻ സാധിക്കുന്നുണ്ട്. ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടൽ തന്നെയാണ് ഈ അപകടം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരം ഒരു വലിയൊരു അപകടം പ്രദേശത്ത് മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ സ്കൂൾ കഴിഞ്ഞ് മടങ്ങുന്ന വിദ്യാർത്ഥികൾ തന്നെ അപകടത്തിൽപ്പെടുന്ന ഒരു സംഭവം ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് നാട്ടുകാരും മറ്റുമൊക്കെ പറയുന്നത്. ഏതായാലും ഇപ്പോൾ അപകടം നടന്ന സ്ഥലത്ത് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു, ബന്ധപ്പെട്ട അധികൃതർ എത്തിക്കൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ ആശുപത്രിയിൽ ചികിത്സ വിദ്യാർത്ഥികൾക്ക് പുരോഗമിക്കുകയാണ്.
യെസ്, അരുൺ സൂചിപ്പിച്ചതുപോലെ ഒരു നാടിനെ ഒന്നാകെ ഞെട്ടിപ്പിച്ച ഒരു അപകടം തന്നെയാണ് സംഭവിച്ചത്. പാലക്കാട് പനയമ്പാടത്താണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ ഒരു അപകടത്തിൻ്റെ ഭീകരത എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്കൂൾ വിട്ട് നിന്നിരുന്ന കുട്ടികൾക്കിടയിലാണ് ഈ ഒരു ലോറി, സിമൻറ്റ് കയറ്റി വന്ന ലോറി പാഞ്ഞു കയറി അപകടമുണ്ടായത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നാട്ടുകാർ ചേർന്നാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീട് പോലീസ്, ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇപ്പോൾ ലോറി ആ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റുന്ന ദൃശ്യമാണ് കാണുന്നത്. ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ലോറി റോഡിൽ നിന്ന് മാറ്റുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ ഈ ഒരു അപകടത്തിൽ 4 വിദ്യാർത്ഥികൾ മരിച്ചു എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. എന്നിരുന്നാൽ കൂടിയും അതിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ കൂടി ഇനി വരേണ്ടതുണ്ട്. മരിച്ചവരുടെ മറ്റു വിവരങ്ങൾ ഒക്കെയും ഇനി അറിയേണ്ടതുണ്ട്. എന്നിരുന്നാൽ കൂടിയും നിലവിൽ വളരെയധികം ഒരു ദാരുണമായൊരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രദേശത്ത് തന്നെ നിരവധി അപകടങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അരുൺ, ഒരുപക്ഷെ ഈ ഒരു വിഷയം ഗുരുതരമായി തന്നെ വേണം നമ്മൾ നോക്കിക്കാണാൻ. ഇത്രത്തോളം ഒരു ഗുരുതരമായൊരു സ്ഥിതി ജനങ്ങൾ അറിയിച്ചിട്ട് പോലും അതിൽ അധികാരികൾ കൃത്യമായി ഇടപെട്ടിരുന്നില്ല. അത് തന്നെ ഒരു ഗുരുതരമായൊരു വിഷയം തന്നെയാണ്. ഒരുപക്ഷെ ഈ ഒരു അപകടത്തിന് കാരണക്കാർ അല്ലെങ്കിൽ ഉത്തരവാദികൾ അത് കൃത്യമായി തന്നെ ഒരു മറുപടി പറയേണ്ട ഒരു കാര്യം തന്നെയുണ്ട്. കാരണം ഇത്തരത്തിൽ നിരവധി മേഖലകൾ തന്നെ ഉണ്ടാകാം. മറ്റു പല പ്രദേശങ്ങളും സമാനമായ രീതിയിൽ അപകട ഭീഷണി ഉയർത്തുന്ന രീതിയിൽ റോഡുകൾ ഉണ്ടാകാം. അവിടെയൊക്കെ തന്നെയും നാട്ടുകാർ കൃത്യമായി പരാതി ഉന്നയിക്കുമ്പോഴും എന്തുകൊണ്ട് അധികാരികൾ അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇവിടെ ഉയരുന്നത്. എന്തു തന്നെയായാലും ഈ ഒരു അപകടം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു തുടക്കം തന്നെ ആവുകയാണ്. ഇനിയും നിരവധി മേഖലകൾ ഇത്തരത്തിൽ അപകട സാധ്യത ഉള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ റോഡുകൾ ഉണ്ടായിരിക്കാം. അവിടെയും ആശങ്കയോടെ തന്നെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. എന്തു തന്നെയായാലും ഇത്തരത്തിൽ അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഗുരുതര അനാസ്ഥ ഈ ഒരു അപകടത്തിന് കാരണമായ ഒരു ഉത്തരവാദിത്തമായി എന്നുള്ളൊരു കാര്യം പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ? അരുണിലേക്ക് വരാം. എന്തു തന്നെയായാലും ദാരുണമായൊരു സംഭവം തന്നെയാണ് പാലക്കാട് പനയമ്പാടം പ്രദേശത്ത് ഉണ്ടായത്. വിദ്യാർത്ഥികൾക്കിടയിലേക്കാണ് ലോറി ഇടിച്ചു കയറിയത്. സിമൻറ്റ് കയറ്റി വന്ന വലിയ ലോറിയാണ് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇടിച്ചു കയറിയത്. 4 വിദ്യാർത്ഥിനികൾ മരിച്ചു എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അപകടത്തിൽപ്പെട്ട ആ ലോറി അവിടെ നിന്ന് മാറ്റുന്ന കാര്യമാണ് ഇപ്പോൾ ഉള്ളത്. ലോറി റോഡിൻ്റെ ഭാഗത്തു നിന്ന് മാറ്റുകയാണ്. നിലവിൽ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അതിനാൽ ലോറി മാറ്റുന്നൊരു സാഹചര്യമുണ്ട്. നിരവധി ആളുകളാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയതിന് ശേഷമാണ് പിന്നീട് നാട്ടുകാർക്ക് പിന്നാലെ പിന്നെ ഫയർഫോഴ്സ്, പോലീസ് അടക്കമുള്ളവരും എത്തിച്ചേർന്നത്. 3 കുട്ടികൾ മരിച്ചു എന്ന് അറിയാൻ സാധിക്കുന്നു. എന്നിരുന്നാൽ കൂടിയും ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളൊരു സ്ഥിരീകരിക്കാത്ത വിവരം കൂടി പുറത്തു വരികയാണ്. വിദ്യാർത്ഥിനികളാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചത്. വളരെയധികം ദാരുണമായൊരു സംഭവം തന്നെയാണ് സംഭവിച്ചത്. എന്തുതന്നെയായാലും നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ പ്രകാരം നിലവിൽ ഈ ഒരു പ്രദേശത്ത് നേരത്തെയും നിരവധി അപകടങ്ങൾ സമാനമായ രീതിയിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. റോഡിൻ്റെ അശാസ്ത്രീയമായൊരു നിർമ്മാണം തന്നെയാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്രത്തോളം ഒരു അപകടത്തിന് കാരണം റോഡിൻ്റെ അശാസ്ത്രീയമായൊരു നിർമ്മാണം കൂടി ആണ് എന്നുള്ളൊരു കാര്യം പ്രദേശവാസികൾ പറയുന്നുണ്ട്. നേരത്തെയും നിരവധി അപകടങ്ങൾ നടന്നിട്ടും അതൊക്കെ തന്നെയും അധികാരികളെ അറിയിച്ചിട്ട് പോലും കൃത്യമായൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. പനയമ്പാടത്താണ് വിദ്യാർത്ഥികൾക്ക് നേരെ ലോറി പാഞ്ഞു കയറി ദാരുണമായൊരു അപകടം ഉണ്ടായത്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികളാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മരിച്ചത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പരീക്ഷ കഴിഞ്ഞ് വന്ന വിദ്യാർത്ഥിനികൾക്കിടയിലേക്കായിരുന്നു ഈ ഒരു സിമൻറ്റ് കയറ്റി വന്ന ലോറി പാഞ്ഞു കയറിയത്. നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ലോറി മാറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. റോഡിൽ നിന്നും ലോറി മാറ്റുകയാണ്. വളരെയധികം ദാരുണമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. വളരെ നടുക്കുന്ന ഒരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ജനങ്ങൾ ഒന്നാകെ ആ ഒരു ഞെട്ടലിലാണ് ഉള്ളത്. വിദ്യാർത്ഥിനികൾക്ക് നേരെ ലോറി പാഞ്ഞു കയറിയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. പനയമ്പാടത്താണ് അപകടമുണ്ടായത്. നേരത്തെയും നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും അധികാരികളുടെ ഭാഗത്തു നിന്ന് അന്നൊന്നും ഈ ഒരു ജനങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ ജനങ്ങൾ ഉന്നയിച്ച പ്രശ്നം അധികാരികൾ കേട്ടിരുന്നെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രദേശവാസികളും പറയുന്നുള്ളത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് മരിച്ചത്.
നിലവിൽ പ്രദേശത്ത് ഒരു പ്രതിഷേധം കൂടി അലയടിക്കുകയാണ്. പ്രത്യേകിച്ചും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധം അലയടിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ ചില സൂചനകൾ കൂടി പുറത്തു വരുന്നത്. കാരണം ഇത്രത്തോളം ഒരു അപകടം ഉണ്ടായതിന് കാരണം ആര്, അല്ലെങ്കിൽ എന്ത് ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഈ ഒരു അപകടത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് റോഡിൻ്റെ അശാസ്ത്രീയമായ ഒരു നിർമ്മാണം തന്നെയാണ്. അധികാരികളോട് നിരവധി വട്ടം പറഞ്ഞിട്ടും കൃത്യമായൊരു നടപടി ഉണ്ടായില്ല. ഈ ഒരു അപകടത്തിൻ്റെ ഈ ഒരു കാരണം സംബന്ധിച്ചൊരു വളരെ വലിയൊരു പ്രതിഷേധം ഒരു ഭാഗത്തു നിന്ന് ഉയരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊരു പ്രതിഷേധം ഉണ്ടാകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ സ്ഥലത്ത് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിച്ചേർന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വളരെയധികം ദാരുണമായൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഒരുപക്ഷെ പ്രദേശത്തൊരു പ്രതിഷേധം അലയടിക്കുന്നു എന്നുള്ളൊരു സൂചനകൾ പുറത്തു വരുന്നുണ്ട്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊരു പ്രതിഷേധം ഉണ്ടാകുന്നു എന്ന് അറിയാൻ സാധിക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായിട്ടും വിഷ്ണു, പ്രദേശത്ത് വലിയ ഒരു ബഹളം തന്നെ നടക്കുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. നാട്ടുകാർ പ്രധാനമായിട്ടും പറയുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ വേണം. ഇങ്ങനെ അപകടങ്ങൾ വീണ്ടും 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 ആവർത്തിക്കുമ്പോൾ ആ സമയത്തുള്ള നടപടികളല്ല വേണ്ടത്, കൃത്യമായ നടപടിയാണ് ഈ വിഷയത്തിൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവില്ല. ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളായിരുന്നു പോലീസ് സ്വീകരിച്ചത്. പക്ഷേ അങ്ങനെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, അല്ലെങ്കിൽ അതിനെ അനുവദിക്കില്ല എന്നുള്ള പ്രതിഷേധവുമായിട്ടാണ് നാട്ടുകാർ എത്തിയിരിക്കുന്നത്. വലിയ അപകടം ഉണ്ടായിരിക്കുന്നു. ഈ അപകടം തുടർക്കഥയാവുന്ന ഒരു സാഹചര്യം. മഴയൊന്ന് പെയ്തു കഴിഞ്ഞാൽ തന്നെ വലിയ അപകടം ഉണ്ടാകുന്നു. അങ്ങനെ അപകടം ഉണ്ടാകുമ്പോൾ ആ അപകടത്തില് കൃത്യമായിട്ട് നടപടികൾ ഉണ്ടാവണം. ഇത് തുടർക്കഥയാണ്. ഇത്തരം ഒരു സംഭവങ്ങളൊക്കെ തുടർക്കഥയാണ്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ നടപടി ഇതിലുണ്ടാവാതെ പിരിഞ്ഞു പോവില്ല എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും പറയുന്നത്. വലിയ ബഹളമാണ് നാട്ടുകാർ വെക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാർ ഈ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അരുൺ, അത് തന്നെയാണ് നേരത്തെ പ്രദേശവാസിയായ ഒരാൾ ചൂണ്ടിക്കാട്ടിയതും അത് തന്നെയാണ്. നിരവധി തുടർച്ചയായുള്ള അപകടങ്ങൾ ഈ ഒരു പ്രദേശത്ത് നേരത്തെയും സംഭവിച്ചിരുന്നു. എന്നാൽ അതെല്ലാം കൃത്യമായും അധികാരികളുടെ മുന്നിൽ സൂചിപ്പിച്ചെങ്കിൽ പോലും കൃത്യമായൊരു നടപടി ഉണ്ടായില്ല. ഒരുപക്ഷെ ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ഒരു ആശങ്കയുണ്ട്. ഇനിയും സമാനമായ രീതിയിൽ വരും ദിവസങ്ങളിൽ ഒരു അപകടം സംഭവിച്ചാൽ, പ്രത്യേകിച്ച് നമുക്കറിയാം മഴ തുടരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടും വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നത് കൊണ്ടും ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു ആശങ്ക അതിലേറെ വലുതാണ്. ഒരുപക്ഷെ ഈ ഒരു അപകടം തന്നെ ജനങ്ങളുടെ ആശങ്ക കൂടുതലായി വർദ്ധിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും ഇവിടെ വേണ്ടത് കൃത്യമായൊരു മറുപടിയാണ്. ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് നിലനിൽക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും കൃത്യമായൊരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. അരുൺ, ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ പോലും കൃത്യമായൊരു പ്രതികരണം എന്തുകൊണ്ട് ഈ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. എവിടെയാണ് ഇപ്പോൾ ജില്ലാ കളക്ടറൊക്കെ സ്ഥലത്ത് എത്തിയിരുന്നെങ്കിൽ പോലും അവരൊന്നും എന്തുകൊണ്ട് ഒന്നും പറയുന്നില്ല, ജനങ്ങളോട് എന്തുകൊണ്ട് അവർ സംസാരിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. നിലവിൽ എന്തു തന്നെയായാലും ഇവിടെ നിന്നും ഇപ്പോൾ ആ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളാണ് ഈ ഒരു ഘട്ടത്തിൽ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ലോറി ഓടിച്ചിരുന്ന ആളുകൾക്ക് എന്തെങ്കിലും അവരുടെ പരിക്ക് എങ്ങനെയാണ്, അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അരുണിലേക്ക് വരാം. ദാരുണമായൊരു അപകടം തന്നെയാണ് പാലക്കാട് പനയമ്പാടത്ത് സംഭവിച്ചത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് മരിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. 3 വിദ്യാർത്ഥികളാണ് മരിച്ചു എന്നാണ് ആദ്യം വിവരങ്ങൾ പുറത്തു വന്നത്. എന്നാൽ ഒരു മരണം കൂടി പിന്നീട് സ്ഥിരീകരിച്ചു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തുതന്നെയാലും ദാരുണമായൊരു അപകടം തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രദേശത്ത് മുൻപും നിരവധി അപകടങ്ങൾ സംഭവിച്ചിരുന്നു. അരുൺ, ഒരുപക്ഷെ ഇനി അറിയേണ്ടത് ഈ ലോറി ഓടിച്ചിരുന്ന ആളുകളുടെ ഒരു സ്ഥിതിഗതികൾ എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യമാണ്. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഇപ്പോൾ ഈ ഒരു അപകടത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് പറയണം. മാധ്യമങ്ങൾക്ക് മുൻപിൽ അധികൃതർ വ്യക്തമാക്കണം എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും ആവശ്യമായിട്ട് ഉന്നയിക്കുന്നത്. കാരണം നേരത്തെയും നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള പശ്ചാത്തലത്തിൽ എന്ത് നടപടി ഇതിൽ സ്വീകരിക്കും എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇത് പറയണം എന്നുള്ളതാണ് പ്രധാനമായിട്ട്. പ്രദേശത്തെ 4 കുട്ടികളുടെ മരണമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ അപകടം ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇപ്പോഴും
യെസ് അരുൺ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ABVP സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഈശ്വരപ്രസാദ്, വളരെയധികം നടുക്കുന്ന ഒരു ദുരന്തം തന്നെയാണ് ഇപ്പോൾ പാലക്കാട് സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ സ്കൂളുകൾ ഉള്ള മേഖലകളിലാണ് ഈ ഒരു അപകടം ഉണ്ടായത്. നാട്ടുകാർ പറയുന്നത് പോലെ ഈ ഒരു പ്രദേശത്ത് നിരവധി അപകടങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും കൃത്യമായ അധികാരികൾ ഇടപെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു അപകടം കൂടി ഉണ്ടായതോടെ, ഈ ഒരു വലിയൊരു അപകടം കൂടി സംഭവിച്ചതോടെ വളരെ വലിയൊരു ആശങ്കയിലാണ് നാട്ടുകാരുള്ളത്. ഇപ്പോൾ അവിടെ പ്രതിഷേധവും തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ അറിയേണ്ടത് ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ് ശരിക്കും എന്നുള്ളൊരു ചോദ്യമാണ്. വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഈ ഒരു അവസരത്തിൽ ഈ വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വാർത്തയാണ് പാലക്കാട് നിന്ന് നമുക്ക് കേൾക്കേണ്ടി വന്നത്. ഈ സമയത്ത്, അതായത് സ്കൂൾ വിടുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂൾ ആരംഭിക്കുന്ന സമയത്തൊക്കെ ഇത്തരം വാഹനങ്ങൾ പോകുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. ട്രാഫിക്കിന്റെ ഭാഗത്തുനിന്നായാലും അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തുനിന്നായാലും അത്തരം കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ എന്തോ അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്തരം ദാരുണമായ ഒരു സംഭവം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് എന്താണെന്ന് കൃത്യമായി അന്വേഷിക്കുകയും, സ്ഥിരമായി അപകടം നടക്കുന്ന, എനിക്ക് ആ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി അറിയില്ല, സ്ഥിരമായി അപകടം നടക്കുന്ന സ്ഥലമാണെങ്കിൽ അധികാരികൾ അത് ഇടപെടേണ്ട സമയം കഴിഞ്ഞു, അതിക്രമിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാവണം. അതോടൊപ്പം ഈ ഒരു അവസരത്തിൽ അവരുടെ കുടുംബത്തോടൊപ്പം അവരുടെ വിഷമത്തിൽ പങ്കുചേരുന്നു. ഇത് നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതെന്ന് കൃത്യമായ അന്വേഷണം നടത്തണം. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കേണ്ടത് ട്രാഫിക്കിന്റെ അതോടൊപ്പം തന്നെ സർക്കാരിന്റെയും ഒക്കെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതെന്താണെന്ന് കൃത്യമായി അന്വേഷിച്ചാൽ തന്നെയാണ് അതറിയാൻ വേണ്ടി പറ്റുക. എന്തായാലും ഇനി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാത്ത രീതിയിലുള്ള ഇടപെടലുകൾ നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. യെസ്, വളരെയധികം നന്ദി ഈശ്വരപ്രസാദ് പ്രതികരിച്ചതിന്. ഒരിക്കൽ കൂടി അരുൺ ആലത്തൂർ ചേർന്നുണ്ട്. അരുണിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ഒരു അപകടം നടന്ന പ്രദേശത്ത് ഇപ്പോൾ ശക്തമായൊരു പ്രതിഷേധം അലയടിക്കുകയാണ്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണ് ആ ഒരു പ്രതിഷേധം അലയടിക്കുന്നത്. ഈ പനയമ്പാടം എന്നുള്ള ഈ ഒരു പ്രദേശത്ത് നിരവധി അപകടങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ അപകടങ്ങളൊക്കെ സംബന്ധിച്ച് അധികാരികളെ വിവരം അറിയിച്ചിട്ട് പോലും കൃത്യമായൊരു നടപടി ഉണ്ടായില്ല. റോഡിലെ അശാസ്ത്രീയമായൊരു നിർമ്മാണം ഒക്കെ തന്നെയും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൃത്യമായി അധികാരികൾ അന്ന് പോലും ഇടപെട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അത്തരത്തിൽ വളരെ ശക്തമായൊരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ പ്രദേശത്ത് അലയടിക്കുന്നത്. ഇപ്പോൾ ശിവദാസ് കന്മനം കൂടി ചേർന്നുണ്ട്. ശിവദാസ, വളരെയധികം ദാരുണമായൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. തൊട്ട് പിന്നാലെ ഇപ്പോൾ ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാവുകയാണ്. ഇത്രത്തോളം ഒരു ഗുരുതരമായൊരു അപകടം നടന്നിട്ട് പോലും അധികാരികൾ അത് കൃത്യമായി ഇടപെടുന്നില്ല. വരും ദിവസങ്ങളിലും ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക ജനങ്ങൾക്ക് ഉണ്ട്. കൃത്യമായും പറഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദികൾ ആര് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇവിടെ ഉയർന്നു വരുന്നത്. കൃത്യമായൊരു അന്വേഷണം വേണം. എന്നിരുന്നാൽ കൂടിയും ജനങ്ങൾക്ക് വേണ്ടത് കൃത്യമായൊരു മറുപടിയാണ്. അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നിലപാടെന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇത്രത്തോളം ഒരു അപകടം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അവർ കൃത്യമായി പ്രതികരിക്കുന്നില്ല, എന്തുകൊണ്ട് ജനങ്ങൾക്ക് കൃത്യമായൊരു മറുപടി നൽകുന്നില്ല എന്നുള്ളൊരു ചോദ്യം തന്നെയല്ലേ പ്രധാനമായി ഉയരുന്നത്. തീർച്ചയായും അതിന്റെ ഒരു മറുപതിപ്പ് തന്നെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന ഒരു പ്രതിഷേധം എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി അവിടെ പല ഘട്ടങ്ങളിലായി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അപകടങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. 1.5 മാസം മുൻപാണ് കല്ലടിക്കോട് തന്നെ 5 പേർ മരിച്ച ഒരു അപകടം ഉണ്ടായത്. അതിനു മുൻപ് തന്നെ ഈ 2022 ഇത്തരത്തിൽ ഇവിടെ വലിയൊരു അപകടം ഉണ്ടായിരുന്നു. ഈ 2022 ശേഷം മാത്രം ഇവിടെ ഏകദേശം 55ഓളം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നിയമസഭയിലടക്കം MLA ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിനുശേഷവും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടികളും ഒന്നും തന്നെ അധികാരികൾ സ്വീകരിച്ചിട്ടില്ല. അതിനെതിരെയാണ് ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്. കാരണം പല സമയങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലെല്ലാം തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഒരു ജനകീയ കമ്മിറ്റി അടക്കം രൂപീകരിച്ചിരുന്നു. എന്നിട്ടും ഇപ്പോൾ കൃത്യമായ ഒരു ഇടപെടൽ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നത് വളരെ ഖേദകരം തന്നെയാണ്. ഇപ്പോൾ ഇത് കല്ലടിക്കോട് സംഭവിച്ചിരിക്കുന്നത് ദാരുണമായ ഒരു അപകടം തന്നെയാണ്. സ്കൂൾ വിട്ടുവരുന്ന വിദ്യാർത്ഥികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. 5 വിദ്യാർത്ഥികൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 4 വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടമായി. ഈ ലോറിയിൽ ഉണ്ടായിരുന്ന 2 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. ഇവരുടെ പരിക്ക് അത്ര വലിയ ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പരീക്ഷ കഴിഞ്ഞ് വന്ന പെൺകുട്ടികളായ വിദ്യാർത്ഥികളാണ്. +1 +2
പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഇവർ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് ഈ സമയത്താണ് അപ്രതീക്ഷിതമായി ഈ ലോറി ഇവിടെ മറയുന്നത്. സിമന്റ് ലോഡുമായി വന്ന ലോറിയാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഇപ്പോഴും ഇവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും ലോറി ഉയർത്തി കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെല്ലാം തന്നെ രക്ഷാപ്രവർത്തനം അടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി നാട്ടുകാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിന് പരിഹാരം കണ്ട് മറ്റ് ഏതെങ്കിലും തരത്തിൽ ജനപ്രതിനിധികൾ ഇവിടേക്ക് വരികയാണെങ്കിൽ അവർ ഇതിന് പരിഹാരം കാണണം, കണ്ടതിന് ശേഷം മാത്രം മടങ്ങിയാൽ മതി എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ഉയർത്തുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടായിട്ടും കണ്ണു തുറക്കാത്ത അധികാരികൾ അതിനെതിരെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ഉയരുന്നു. കുട്ടികളാണ് ഇപ്പോൾ മരിച്ചത്, വിദ്യാർത്ഥികളാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി ഒരു 4 ജീവൻ ഒറ്റ നിമിഷം കൊണ്ട് പൊലിഞ്ഞ് ഇല്ലാതാകുന്നു. നിരത്തിൽ വീണ്ടും ജീവൻ പൊലിയുന്നു. നിരത്തിൽ പലപ്പോഴും അശ്രദ്ധയാണ്. അതോടൊപ്പം തന്നെ കൃത്യമായുള്ള ഒരു പരിഹാരം, അതായത് റോഡുകളുടെ ശോച്യാവസ്ഥയും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ടെക്നോളജി ഇല്ലാത്ത വിഷയങ്ങൾ, അങ്ങനെ നിരത്തിൽ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ നിരവധിയുണ്ട്. പലപ്പോഴും ഇക്കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ചാൽ അത് അപകടങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ച് കല്ലടിക്കോട് ഭാഗത്ത് തന്നെ ഇങ്ങനെ മുൻപും അപകടങ്ങൾ ഉണ്ടായ സമയത്തെല്ലാം തന്നെ ജനകീയ സമിതിയെല്ലാം രൂപീകരിച്ച് അവർ ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം തന്നെ പരാതികളടക്കം നൽകിയിരുന്നു. പക്ഷെ അതിനുശേഷവും പ്രത്യേക ഇടപെടൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇപ്പോഴും ഈ സംഭവ മേഖലയിൽ ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളുണ്ട്. ഗതാഗതക്കുരുക്കും ഈ ഭാഗത്ത് രൂക്ഷമായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നുണ്ട്. ഈ അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാരടക്കം ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. അതിനുശേഷം പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള ഇവിടെ എത്തി ക്രെയിൻ ഉപയോഗിച്ച് ഈ ലോറി ഉയർത്താനുള്ള ശ്രമം അടക്കം നടന്നിരുന്നു. ഇപ്പോഴും പൂർണ്ണമായും ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. അവിടെ ജനപ്രതിനിധികളോട് സംസാരിക്കുമ്പോഴടക്കമുള്ള അവിടെ നിന്നും അത്തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ ഒരു ദാരുണമായ ഒരു അപകടമാണ് പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് സംഭവിച്ചിരിക്കുന്നത്. വിഷ്ണു. യെസ്, ശിവദാസ സൂചിപ്പിച്ചതുപോലെ വളരെയധികം ദാരുണമായൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു അപകടം, ഇത്രത്തോളം ഗുരുതരമായൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. 4 പെൺകുട്ടികളുടെ ജീവനാണ് ഒരൊറ്റയടിക്ക് പൊലിഞ്ഞത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ ഒരു പ്രദേശത്ത് നിരവധി അപകടങ്ങൾ നേരത്തെയും സംഭവിച്ചിരുന്നു. ഒരുപക്ഷെ ഇനിയും ഇത്തരത്തിൽ വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്കയിൽ തന്നെയാണ് ജനങ്ങളുമുള്ളത്. അരുൺ കൊടുങ്ങൂർ കൂടി ചേരുന്നുണ്ട്. അരുൺ, വളരെ വലിയൊരു ആശങ്കയിൽ തന്നെയാണ് ജനങ്ങളുള്ളത്. ജനങ്ങളിപ്പോൾ ആ ഒരു ആശങ്ക ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടത്തുന്നത്. പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അലയടിക്കുകയാണ്. നിലവിൽ ഇവിടെ ഈ ഒരു മേഖലയിൽ തന്നെ 55 അപകടങ്ങൾ നേരത്തെ സംഭവിച്ചിരിക്കുന്നു. എന്നാൽ അതിനൊന്നും കൃത്യമായി അധികാരികൾ ഇടപെടുന്നില്ല. റോഡിൻ്റെ അശാസ്ത്രീയമായൊരു നിർമ്മാണം തന്നെയാണ് ഈ ഒരു അപകടങ്ങൾക്കൊക്കെ കാരണമാകുന്നു എന്നുള്ളൊരു കാര്യം ഉന്നയിക്കുന്നുണ്ട്. നേരത്തെയും ഈ ഒരു വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടികൾ ഉണ്ടായില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇത്രത്തോളം ഒരു സാഹചര്യത്തിൽ പോലും അധികാരികൾ അത് എന്തുകൊണ്ട് കാര്യമായി ആ ഒരു വിഷയത്തെ കാണുന്നില്ല, ഗൗരവമായി എടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഒപ്പം ഇപ്പോഴും അവിടെ ശക്തമായൊരു പ്രതിഷേധം തന്നെയല്ലേ അലയടിക്കുന്നത്? തീർച്ചയായും ഇത്തരം ഒരു സങ്കടക്കടലിലും പ്രതിഷേധിക്കാൻ്റെ ഒരു ഗതികേടിലേക്ക് നാട്ടുകാർ ഒന്നാകെ മാറിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തായാലും നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ നാട്ടുകാർ മുന്നോട്ട് വെച്ചിരുന്നു. റോഡ് നിർമ്മാണത്തിലെ ഒരു അശാസ്ത്രീയത അത് ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. തുടരെ അപകടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് അധികൃതർ നടപടിയെടുക്കുന്നില്ല? പനയമ്പാടം സ്ഥിരം അപകട മേഖലയാണെന്ന് പ്രദേശവാസികൾ വളരെ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല? എന്തായാലും 4 കുടുംബങ്ങളുടെ അത്താണിയാണ്, പ്രതീക്ഷയാണ്, അവരുടെ നോവായി മാറിയിരിക്കുകയാണ് 4 പെൺകുട്ടികൾ. ആ ഒരു വലിയ വികാരത്തോടെ കണ്ണീർ കടലായി തന്നെ ഈ പ്രദേശം ഒന്നാകെ മാറിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സമയത്ത് പോലും പ്രതിഷേധിക്കാതെ ഒരു നടപടിയില്ല. ഇനി ഇത്തരം ഒരു സംഭവങ്ങൾ ഒരു തരത്തിലും ആവർത്തിക്കപ്പെടരുത്. അധികൃതരുടെ ഭാഗത്തുനിന്നും അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ
ഒരു പ്രതിഷേധം ഒന്നാകെ നടക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏതായാലും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കാലങ്ങളായി അവിടെ അടക്കി വെച്ചിരുന്ന ആ ഒരു പ്രതിഷേധം അവർ മുന്നോട്ട് വെക്കുകയാണ്. ഇതുവരെയും 55 അപകടങ്ങൾ ഇവിടെ നടന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു ഇത്ര സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഈ അപകടങ്ങൾ നിവാരണം ചെയ്യുന്നതിന് എന്തുകൊണ്ട് ഒരു നടപടി എടുക്കുന്നില്ല എന്നാണ് ഈ ആളിക്കത്തുന്ന പ്രതിഷേധത്തിനിടയിൽ ജനങ്ങൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരോടും അതോടൊപ്പം തന്നെ അധികൃതരോടും എല്ലാം തന്നെ ചോദിക്കുന്നത്. 4 കുടുംബങ്ങളുടെ അത്താണിയാണ്, 4 കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ്, 4 കുട്ടികളാണ് ഇവിടെ മരണമടഞ്ഞിരിക്കുന്നത്. അത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഈ മരണമടഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള അപകടം കണ്ടുകൊണ്ട് പോകേണ്ടി വരുന്നു? 4 പെൺകുട്ടികൾക്ക് ഇവിടെ ദാരുണാന്ത്യം സംഭവിക്കേണ്ടി വന്നു. എന്നിട്ട് പോലും അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തുകൊണ്ടൊരു നടപടി എടുക്കുന്നില്ല എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് പറയുന്നത്. എന്തായാലും ഇവരെ രക്ഷിക്കാനായി നാട്ടുകാർ ഓടിക്കൂടിയ ആളുകളൊക്കെ തന്നെ ഒരുപാട് പരിശ്രമിച്ചെങ്കിലും അതൊന്നും ഉണ്ടാവുന്നില്ല. 4 പേരും തൽക്കാലത്ത് വെച്ച് തന്നെ മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വന്നില്ല. അങ്ങനെ വലിയൊരു പ്രതിഷേധം, വലിയൊരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് ഈ പ്രദേശം ഒന്നാകെ മാറുകയാണ്. എന്തായാലും ഈ അപകടം നടക്കുന്ന ഈ ഒരു ഇടത്ത് ഇനി ഇത്തരം ഒരു സംഭവം ആവർത്തിക്കാൻ പാടില്ല. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, ആ ഒരു പ്രതിഷേധം തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു അപകടം 4 പെൺകുട്ടികൾക്കാണ് ഇവിടെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ആ ഒരു വികാരം തന്നെയാണ് ആളുകൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. 1ഉം 2ഉമല്ല, 55 അപകടങ്ങളാണ് ഈ ഒരു സ്ഥലത്ത് നടന്നത്. പനയമ്പാടം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇവിടെ ഈ അപകടം നടന്നിട്ടും എന്തുകൊണ്ടും ഈ അശാസ്ത്രീയത എന്നുള്ള ഒരു ആരോപണം, റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത എന്നുള്ള ഒരു ആരോപണം ഇവർ മുന്നോട്ട് നാട്ടുകാർ പരാതി പറഞ്ഞെങ്കിലും എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടിയാണ് ഇവിടെ അവർ ഏറെ സങ്കടകരമായ ഒരു തന്നെയാണ്. നാട്ടുകാരുടെ പ്രതികരണവും അത് തന്നെയാണ് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. കാരണം ഒരിക്കലും ഒരു സാഹചര്യം കൂടിയാണ്. വിദ്യാർത്ഥികളാണ് ഈ മരിച്ച 4 പേരും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. കുട്ടികൾക്ക് മുകളിലേക്ക് ലോറി മറിഞ്ഞ്, സിമന്റ് കയറ്റി വന്ന ലോറിയായിരുന്നു, വലിയ ഭാരമുള്ള ലോറിയായിരുന്നു. ലോറി മറിഞ്ഞായിരുന്നു അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അക്ഷരാർത്ഥത്തിൽ ഒരു കണ്ണീർ കയമായി ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു ചുറ്റുപാടായി ഈ പ്രദേശം ഒന്നാകെ മാറിയിരിക്കുകയാണ്. എന്തായാലും വലിയൊരു പ്രതിഷേധം നാട്ടുകാർ റോഡിൽ കുത്തിയിരുന്നടക്കം വലിയൊരു പ്രതിഷേധം ഇവിടെ നടത്തുകയാണ്. കാരണം ഈ നടത്തുന്നതിനൊരു ഉദ്ദേശം അവർ കാലങ്ങളായി പറഞ്ഞിരുന്നുകൊണ്ടിരുന്ന ഒരു വലിയ ആശങ്ക, തുടർച്ചയായി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, 55 അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് ഈ കുട്ടികളുടെ 4 കുട്ടികൾക്ക് ഒടുവിൽ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു എന്നിട്ട് പോലും അധികൃതരുടെ ഭാഗത്തുനിന്നും എന്തുകൊണ്ട് ഇടപെടൽ ഉണ്ടാകുന്നില്ല? ഈ ആരോപണങ്ങൾ എന്തുകൊണ്ട് പരിശോധിക്കപ്പെടുന്നില്ല? ആധുനിക കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിന് എത്രത്തോളം ലളിതമായി പരിഹാരം കാണാൻ കഴിയുന്ന ഒന്നാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ പരിഹാരത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് വരുന്ന ജനപ്രതിനിധികളുടെ അടുത്തും പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്തും സർക്കാർ ഉദ്യോഗസ്ഥരുടെ അടുത്തും എല്ലാം തന്നെ ഈ കാര്യങ്ങൾ അവർ വിശദമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു രോഷം തന്നെയാണ് ഇവിടെ അണപൊട്ടിയൊഴുകുന്നത്. വിഷ്ണു. യെസ് അരുൺ, അത് തന്നെയാണ് ജനങ്ങൾ ആവശ്യം ഉന്നയിക്കുകയാണ്. ഇനി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഈ ഒരു പ്രദേശത്ത് ഉണ്ടാകാൻ പാടില്ല. ജനങ്ങൾ അല്ലെങ്കിൽ അധികാരികൾ അത് കൃത്യമായി ഒരു മറുപടി തങ്ങൾക്ക് തരണം എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിലാണ് ഇപ്പോൾ പ്രതിഷേധം ഒരു വശത്ത് നടക്കുന്നത്. ശിവദാസ് കന്മനം കൂടി ചേർന്നുണ്ട്. ശിവദാസ്, നിലവിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് മരിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഈ കുട്ടികൾ ആരൊക്കെയാണ്, ഇവരുടെ മറ്റ് പേരുവിവരങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആശുപത്രിയിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് മരിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. നമുക്ക് നേരത്തെ പ്രാഥമികമായി ലഭിച്ചിരുന്നത് +1, +2 പഠിക്കുന്ന വിദ്യാർത്ഥികളാണെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് മരിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഇവരുടെ പേര് വിവരങ്ങളെല്ലാം തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. 55 അപകടങ്ങൾ ഇവിടെ നടന്നിരുന്നു. ഈ അപകടങ്ങൾ നടന്ന സമയത്തൊന്നും തന്നെ കൃത്യമായ ഒരു ഇടപെടലും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വീണ്ടും ഒരു അപകടം ഉണ്ടായത്. റോഡ് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ഇതിന് കാരണം എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വലിയ ദാരുണമായ ഒരു സംഭവം തന്നെ, അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം
ചെറിയ പ്രായത്തിൽ തന്നെ അവർ കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. വളരെ പ്രതീക്ഷയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കണ്ടിരുന്ന കുട്ടികൾ, ഇനിയും ഒരുപാട് കാലം ജീവിക്കേണ്ട കുട്ടികൾ, അവർ ഒറ്റ നിമിഷം തന്നെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാകുന്ന ഒരു സാഹചര്യം. ഒരു അപകടത്തിന്റെ ഒരു അശ്രദ്ധയുടെ പേരിൽ ഉണ്ടാകുന്ന ഒരു അപകടത്തിന്റെ പേരിൽ 4 പെൺകുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. 4 പെൺകുട്ടികളുടെ വീട്ടുകാർ വലിയ അവരുടെ ദുഃഖം, വികാരവും എല്ലാം തന്നെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ഒരിക്കലും വിവരിക്കാൻ കഴിയാത്ത തരത്തിൽ വലിയ ഒരു ദുഃഖം തന്നെയാണ് വീട്ടുകാർക്ക് ഉള്ളത്. പനയമ്പാടം എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. പാലക്കാട് തച്ചമ്പാറയ്ക്ക് സമീപമാണ് പനയമ്പാടം. ഇവിടെയാണ് ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടായത്. ഈ 4 വിദ്യാർത്ഥികൾ അതേ സമയത്ത് തന്നെ മരിച്ചു. ഇർഫാന, മിത, റിത, ആയിഷ എന്നീ വിദ്യാർത്ഥികളാണ് മരിച്ചിട്ടുള്ളത്. ഈ 4 വിദ്യാർത്ഥിനികളാണ് മരിച്ചത്. ഇവർ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് 5 പേരാണ് ഉണ്ടായിരുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതോടൊപ്പം തന്നെ തൊട്ട് സമീപത്ത് തന്നെ മറ്റു വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഈ സമയത്ത് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഒരു കുട്ടി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്ന് നമുക്ക് നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്നുമെല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ 5 കുട്ടികൾ ഒരുമിച്ച് നടക്കുന്നതിനിടെയാണ് ഈ ലോറി ഇവരുടെ മുകളിലേക്ക് മറിഞ്ഞത്. പിന്നീട് നാട്ടുകാരടക്കം ഓടിക്കൂടി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയായിരുന്നു. ഉടൻ തന്നെ ലോറി ഉയർത്താൻ കഴിഞ്ഞില്ല. കാരണം വലിയ ലോഡ് ഉണ്ടായിരുന്നു. ലോഡുമായി വന്ന ഒരു ലോറിയാണ് ഇത്. സിമന്റ് ലോഡുമായി വന്ന ലോറിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ ഭാരം ഉണ്ടായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർക്ക് ഇത് ഉയർത്താനൊന്നും തന്നെ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ക്രെയിൻ എത്തിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് രക്ഷാപ്രവർത്തന നടപടികളെല്ലാം തന്നെ തുടർന്നത്. അതിനുശേഷം ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനം തന്നെ പൂർണ്ണമായും ലോറി ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നാട്ടുകാർ ഇവിടേക്ക് ഓടിക്കൂടി എത്തിയിട്ടുണ്ട്. വലിയ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് എത്തിയിട്ടുണ്ട്. കാരണം നിരവധി തവണ പരാതികൾ നൽകിയിട്ടും നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് അധികാരികളെയെല്ലാം കണ്ടിട്ടും അവർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ വലിയ രീതിയിൽ ഒരു പ്രതിഷേധത്തിലായിരിക്കുന്നത്. 1.5 മാസം മുൻപ് മാത്രമാണ് ഇതിന് തൊട്ട് സമീപം, ഇപ്പോൾ അപകടമുണ്ടായതിന് തൊട്ട് സമീപം തന്നെ കല്ലടിക്കോട് മറ്റൊരു കാർ അപകടമുണ്ടായത്. ഈ കാർ അപകടത്തിൽ യുവാക്കളായ 5 പേരാണ് അന്ന് മരിച്ചത്. കാർ പൂർണ്ണമായും തകർന്നിരുന്നു. ഇത്തരത്തിൽ ഇവിടെ ഈ അടുത്ത കുറച്ചു വർഷങ്ങളിലായി മാത്രം 55 അപകടങ്ങൾ ഉണ്ട്. ഈ കണക്ക് നിയമസഭയിലടക്കം അവതരിപ്പിച്ചിരുന്നു. പക്ഷെ അതിനുശേഷവും ഇവിടെ വേണ്ടത്ര നടപടികളൊന്നും തന്നെ ഇത് പരിഹരിക്കാൻ വേണ്ടി സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഖേദകരം. ഇക്കാര്യം തന്നെയാണ് നാട്ടുകാർ എടുത്തു പറയുന്നതും. കാരണം സമീപത്തുള്ള ആളുകളെല്ലാം തന്നെ പലപ്പോഴും അപകടങ്ങൾ പതിവായി കാണേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് നാട്ടുകാരും സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നു, എന്നിട്ടും കണ്ണു തുറക്കാത്ത അധികാരികൾ. അതിനെതിരെ ജനരോഷം ഉയരുകയാണ് ഇവിടെ. വിഷ്ണു. യെസ്, ശിവദാസ് സൂചിപ്പിച്ചതുപോലെ വളരെ വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പ്രതിഷേധം പുരോഗമിക്കുകയാണ്. നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായൊരു ജനരോക്ഷം തന്നെയാണ് അവിടെ അലയടിക്കുന്നത്. ഈ ഒരു പ്രദേശത്തെ നിരവധി അപകടങ്ങൾ നേരത്തെയും സംഭവിച്ചിരുന്നത് അധികാരികളെ അറിയിച്ചിട്ട് പോലും അതിൽ കൃത്യമായൊരു നടപടി ഉണ്ടായില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. നിലവിൽ ഈ ഒരു പ്രദേശത്ത് മാത്രം 55 അപകടങ്ങളാണ് നേരത്തെ സംഭവിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും ഇത്രത്തോളം ഒരു അപകട മേഖലയിൽ കൃത്യമായൊരു മുന്നറിയിപ്പ് സംവിധാനമോ അല്ലെങ്കിൽ മറ്റ് പരിഹാര മാർഗങ്ങളോ ഒന്നും ചെയ്യാതെ അധികാരികൾ കണ്ണടയ്ക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ഇപ്പോൾ ജനങ്ങൾ പ്രതിഷേധം ഉന്നയിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടത് കൃത്യമായൊരു മറുപടിയാണ്. ഇനിയും ഈ ഒരു മേഖലയിൽ വളരെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് ജനങ്ങൾക്ക് വേണ്ടത്. ജനങ്ങളുടെ ആശങ്ക അത്രത്തോളം വലുതാണ് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. എന്തുതന്നെയും വളരെയധികം ദാരുണമായൊരു അപകടം തന്നെയാണ് പനയമ്പാടത്ത് സംഭവിച്ചിരിക്കുന്നത്. 4 പെൺകുട്ടികളാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പ്രതിഷേധം ഒരു വശത്ത് അലയടിക്കുകയാണ്. വളരെ വലിയൊരു പ്രതിഷേധം തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. ജനങ്ങൾ ഒന്നാകെ ആവശ്യപ്പെടുകയാണ് ഈ ഒരു മേഖലയിൽ ഇത്രത്തോളം അപകടങ്ങൾ സംഭവിച്ചിട്ട് പോലും ജനങ്ങളുടെ ആവശ്യം പോലും അത് കൃത്യമായി അധികാരികൾ ചെവിക്കൊണ്ടില്ല. അതുതന്നെയാണ് ഈ ഒരു അപകടത്തിനെയും കാരണമായത് എന്നാണ് ജനങ്ങൾ ആരോപിക്കുന്നത്. ഇത്രത്തോളം ഒരു ഗുരുതരമായൊരവസ്ഥ ഉണ്ടായിട്ട് പോലും ജനപ്രതിനിധികൾ പോലും ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അരുൺ കൊടുങ്ങൂർ കൂടി ചേരുന്നുണ്ട്. അരുൺ, നിലവിൽ അവിടെ MLA
രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള ആളുകൾ, ജനപ്രതിനിധികൾ എത്തിച്ചേരുന്നുണ്ട്. അവർ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ പ്രതികരണങ്ങൾ വയ്ക്കുന്നുണ്ടോ? അരുണിലേക്ക് വരാം. വളരെ ശക്തമായൊരു പ്രതിഷേധം തന്നെയാണ് പനയമ്പാടത്ത് അലയടിക്കുന്നത്. 4 പെൺകുട്ടികളാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചത്. തൊട്ടു പിന്നാലെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നുണ്ട്. കാരണം ഇത്രത്തോളം അപകടങ്ങൾ ഇവിടെ വർദ്ധിച്ചിട്ട് പോലും ഈ ഒരു മേഖലയിൽ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല ഇതുവരയ്ക്കും. അതിനാൽ തന്നെയാണ് അവർ പ്രതിഷേധം ശക്തമാക്കുന്നത്. പനയമ്പാടത്തെ റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ ഒരു പ്രദേശത്ത് ജനങ്ങൾ ഒന്നാകെ തടിച്ചു കൂടിയിരിക്കുകയാണ്. റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം അവിടെ പുരോഗമിക്കുന്നുണ്ട്. വളരെയധികം ശക്തമായി ആ ഒരു പ്രതിഷേധം നടക്കുകയാണ്. കാരണം 4 കുട്ടികളാണ് ഒരു അപകടത്തിൽ മരണം സംഭവിച്ചത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ 4 പേർ മരിച്ചിരിക്കുന്നു. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ടൊരു ആവശ്യം അതുതന്നെയാണ്. എന്തായാലും ശക്തമായൊരു പ്രതിഷേധം അവിടെ അലയടിക്കുകയാണ്. അരുൺ കൊടുങ്ങൂർ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, വളരെ ശക്തമായൊരു പ്രതിഷേധം അലയടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജനപ്രതിനിധികൾ അവിടെ എത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ ഈ നാട്ടുകാരുമായി നിലവിൽ സംസാരിക്കുന്നുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും ആളിക്കത്തുകയാണ് ഇവിടുത്തെ പ്രതിഷേധം. നാട്ടുകാർ ഒന്നാകെ തെരുവിലിറങ്ങിക്കൊണ്ട് റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവർ പ്രതിഷേധിക്കുകയാണ്. 1, 2 അല്ല, 55-ലധികം അപകടങ്ങളാണ് ഈ കാലയളവിനുള്ളിൽ ഈ കല്ലടിക്കോട് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആരോപണങ്ങൾ നാട്ടുകാർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നു. അത് ഏറ്റവും പ്രധാനമായി ഇവർ പറയുന്നത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത അതുതന്നെയാണ് ഈ 4 കുട്ടികളുടെയും മരണത്തിന് ഇടയാക്കിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നടു റോഡിൽ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നിരിക്കുന്നത്. എന്തായാലും കണ്ണീരോടെയാണ് ഈ നാടൊന്നാകെ ഈ ഒരു വാർത്ത കേട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. എന്തായാലും അപകട കാരണം തന്നെയാണ് ഏറ്റവും പ്രധാനമായി പരിശോധിക്കേണ്ടത്. എന്തായാലും അതോടൊപ്പം തന്നെ ആളിക്കത്തുകയാണ് ജനങ്ങളുടെ ഒരു പ്രതിഷേധം. മുദ്രാവാക്യം വിളികളുമായി നാട്ടുകാർ ഒന്നാകെ ഈ പനയമ്പാടത്തേക്ക് എത്തിയിട്ടുണ്ട്. 55-ലധികം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതിലേക്ക് നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത്. പലതരത്തിലുള്ള പരാതികൾ ഇവർ മുന്നോട്ട് വെച്ചിരുന്നു. 55 അപകടങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കണ്ണ് ഇതുവരെയും തുറന്നിട്ടില്ല. ഈ 4 കുട്ടികളുടെ ഒരു കുടുംബത്തിന്റെ അക്കാണിയായ കുട്ടികളുടെ ഈ കേടനേറ്റ ശരീരം ഇവിടെ വീഴാനുള്ള കാരണം അതിനുള്ള ഹരാസ് തന്നെയെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വൈകാരികമായി തന്നെയാണ് നാട്ടുകാർ ഈ വിഷയത്തെ എടുത്തിരിക്കുന്നത്. ജനപ്രതിനിധികൾക്ക് മുന്നിലേക്ക്, അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക്, സർക്കാർ ജീവനക്കാർക്ക് മുന്നിലേക്ക് ആ പ്രതിഷേധം തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. 4 കുട്ടികൾക്കാണ് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 4 പെൺകുട്ടികളാണ് ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് ഈ മരിച്ച എല്ലാ കുട്ടികളും. ഈ നാടൊന്നാകെ ഈ ഒരു വേദനയിൽ തേങ്ങുകയാണ്. പക്ഷേ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാതെ മറ്റൊരു വഴിയുമില്ല. കാരണം ഇനി ഇത്തരം ഒരു സംഭവം പനയമ്പാടത്ത് ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഇവരെല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നത്. ഈ അപകടത്തിൽ നിന്നെങ്കിലും അധികൃതർ കണ്ണു തുറക്കണം. അധികൃതരുടെ അനാസ്ഥയിലാണ് ഇത്തരം ഒരു റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത അടക്കം ചൂണ്ടിക്കാട്ടിയിട്ടും എന്തുകൊണ്ട് ഈ ഒരു നടപടി എടുക്കുന്നില്ല എന്നാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രദേശവാസികളെല്ലാം തന്നെ അണിനിരന്നുകൊണ്ട് ഒരു വലിയ പ്രതിഷേധം കണ്ണീർ കയറ്റിൽ ഈ നാടൊന്നാകാൻ നിൽക്കുമ്പോഴും പ്രതിഷേധവുമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്.